പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽ ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. ഈ പെസഹ വ്യാഴാഴ്ച ഈ പകൽ നിങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ തിരുവചനവുമായി വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് ഈ പകൽ നമ്മെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവ വചന ചിന്തയിലേക്ക് ഇന്ന് പകൽ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വായിക്കാം പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ് പെസഹ അഥവാ പെസഹയുടെ ചരിത്രത്തെക്കുറിച്ച് നാം അവിടെ വായിക്കപ്പെടുന്നു. ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തരും ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവന്റെ വീട്ടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തത് 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിന്റെ രക്തം കുറെയെടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടളക്കാൽ 2-ന്മേലും കുറുമ്പടിമേലും പുരട്ടേണം. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം. കയ്പ് ചീരയോടുകൂടി അത് തിന്നേണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്. പിറ്റന്നാൾ കാലത്തേക്ക് അതിൽ ഒട്ടും ശേഷിപ്പിക്കരുത്. പിറ്റന്നാൾ കാലത്തേക്ക് ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ട് കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം. അത് യഹോവയുടെ പെസഹയാകുന്നു. അടുത്ത ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തുകൂടെ കടന്നു. മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. അടുത്ത നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായി ഇരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങൾ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ, ഞാൻ മിസ്രയീം ദേശത്തിൽ, ശ്രദ്ധിച്ചു കേൾക്കുക, ഞാൻ മിസ്രയീം ദേശത്തിൽ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. നിങ്ങൾക്ക് ആരോടാ ഇത് പറയുന്നത്? ഇസ്രായേൽ ജനത്തോട് പറയുന്നു. ഇത് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ പാർക്കുന്നത് മിസ്രയീമിലായിരിക്കാം. എന്നാൽ മിസ്രയീമിൽ ബാധിക്കുന്ന ഈ ബാധ ഇസ്രായേൽ മക്കളാകുന്ന നിങ്ങൾക്ക് ഇത് ബാധിക്കുകയില്ല. അടുത്ത നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. ഇത് എങ്ങനെ ആചരിക്കേണ്ടേ? ഒരു ഉത്സവമായി ആചരിക്കണം. തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ അത് ആചരിക്കണം. നിങ്ങൾ അത് പെസഹ ആചരിക്കണം. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. 7 ദിവസം. 26-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. ഈ കർമ്മം എന്തെന്ന്? ഈ കർമ്മം ഇപ്പോൾ ഈ മേളിൽ വായിച്ച ഇവർ ഉത്സവമായി ആചരിക്കുന്ന ഈ ആചാരം അടുത്ത ജനറേഷനിലേക്ക് വരുമ്പോൾ, നിങ്ങൾ ഇത് ആചരിക്കുമ്പോൾ നിങ്ങളുടെ
തലമുറ, നിങ്ങളുടെ മക്കൾ ഇത് എന്ത് കർമ്മമെന്ന്, ഇതെന്ത് ആചാരമെന്ന് നിങ്ങളുടെ മക്കൾ, അടുത്ത ജനറേഷൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? മിസ്രൈമിനെ ദണ്ഡിപ്പിക്കയിൽ മിസ്രൈമിലിരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞ് കടന്ന് നമ്മളുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹയാഗമാകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം. ഇത് തന്നെയാണ് പെസഹ. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയുന്നത് പാസ് ഓവർ എന്ന് വെച്ചാൽ കടന്നുപോക്ക്, കടന്നു പോകുക. എന്താണ് കടന്നുപോയത്? ഈ പറയുന്ന പെസഹയുടെ അന്ന് എന്താണ് കടന്നുപോയത്? 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, മിസ്രൈമ്യരെ ദണ്ഡിപ്പിക്കയിൽ മിസ്രൈമിലിരുന്ന ആരെയാണ് ദൈവം സംഹാരകന്റെ രൂപത്തിൽ ഊരിപ്പിടിച്ച വാളുകളുമായി മിസ്രൈമിലേക്ക് ഇറങ്ങി വന്ന് മിസ്രൈമിനെ ദണ്ഡിപ്പിക്കുമ്പോൾ, സ്തോത്രം, ഇതേ മിസ്രൈമിൽ അവൻ പാർത്തിരുന്ന ഇസ്രായേൽ മക്കളെ വീടുകളെ അവൻ ഒഴിഞ്ഞ് കടന്നുപോയതത്രേ പെസഹ. എന്താണ് പെസഹ? ഒരു കടന്നുപോക്കാണ് പെസഹ, പാസ് ഓവർ. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും, ഓരോ തലമുറകളോടും, ഓരോ കുടുംബങ്ങളോടും ഞാൻ ഇന്ന് ഇപ്രകാരം വിളിച്ചു പറയുന്നു: നിന്റെ ജീവിതത്തിനെതിരെ വരുന്ന, നിന്റെ കുടുംബത്തിനെതിരെ വരുന്ന, നിന്റെ തലമുറയ്ക്കെതിരെ വരുന്ന സംഹാരകൻ ഇന്ന് നിന്റെ കുടുംബത്തെ വിട്ട് ഒഴിഞ്ഞ് കടന്നു പോകുന്ന ഒരു പാസ് ഓവർ എന്ന പെസഹ നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ സംഭവിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. നിന്റെ തലമുറയെ നശിപ്പിക്കാൻ, നിന്റെ തലമുറയെ കൊന്നുകളയാൻ, നിന്റെ കുടുംബത്തിൽ എണ്ണത്തെ കുറയ്ക്കാൻ, നിന്റെ കുടുംബത്തെ തകർത്തു കളയാൻ, നിന്റെ കുടുംബത്തെ അവൻ സ്തോത്രം ഛിന്ന ഭിന്നമാക്കാൻ നിനക്കെതിരെ ഊരിപ്പിടിച്ച വാളുമായി സംഹാരകൻ നിന്റെ കുടുംബത്തിനെതിരെ, സംഹാരകൻ നിന്റെ തലമുറയ്ക്കെതിരെ, സംഹാരകൻ നിന്റെ ഭവനത്തിനെതിരെ ഇന്ന് കയറി വരുമ്പോൾ അത് നിന്നെ വിട്ട് കടന്നു പോകുന്ന ദിവസമാണ് ഈ പെസഹ വ്യാഴാഴ്ച. ഇത് ഭയത്തിൻ്റെ ദിവസമല്ല, ഇത് ഭയത്തോടിരിക്കേണ്ട ദിവസമല്ല, ഇത് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ദിവസമല്ല, ഇത് കരയേണ്ട ദിവസമല്ല. പകരം ഇത് സ്തോത്രം കടന്നുപോക്കിൻ്റെ ദിവസമാണ്. കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതത്തിൻ്റെ ചുറ്റുപാടും, നിന്റെ ഭവനത്തിൻ്റെ ചുറ്റുപാടും, നിന്റെ തലമുറയുടെ ചുറ്റുപാടും സ്തോത്രം ആമേൻ സഞ്ചരിക്കുന്ന സംഹാരകൻ ഇന്ന് നിന്റെ വീടിനെ തൊടത്തില്ല, ഇന്ന് നിന്റെ കുടുംബത്തെ തൊടത്തില്ല. നിന്റെ തലമുറയെ തൊടാതെ വണ്ണം നിന്നെ സംഹാരകനിൽ നിന്നും, നിന്റെ തലമുറയെ സംഹാരകനിൽ നിന്നും ആമൻ സ്തോത്രം വിടുവിക്കുന്ന ദിവസമാണ് ഈ പാസ് ഓവർ ഡേ. സ്തോത്രം. ഈ പെസഹ ദിവസം നിന്റെ ജീവിതത്തിന്മേൽ നിനക്കെതിരെ വന്ന ചിലത് നിന്നിൽ നിന്ന് കടന്നു പോകുന്ന, നിന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു ദിവസമാണ് ഈ ദിവസം. എങ്ങനെയാണ് ഈ പാസ് ഓവർ നടക്കുന്നത്? എപ്രകാരമാണ് ഈ കടന്നുപോക്ക് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? അവിടെ വായിച്ച വാക്യങ്ങളിൽ 2 കാര്യം വ്യക്തമാണ്. വളരെ പ്രധാനപ്പെട്ട 2 കാര്യം മാത്രം ഞാൻ പറയുന്നു. ഒന്ന്, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് എന്നെ ദൈവവചനം കേൾക്കുന്ന, എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തരോടും ഞാൻ വിളിച്ചു പറയുന്നു, നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറകൾക്കുമായി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിട്ടുണ്ട്. ഈ കുഞ്ഞാട് വിശുദ്ധ വേദപുസ്തകം നാം വായിക്കുമ്പോൾ, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21
9-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു ആരാണ് ഈ കുഞ്ഞാട്. പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ യോഹന്നാൻ എന്ന് പറയുന്ന സ്നാപകൻ. അപ്പോ സ്നാപക യോഹന്നാന്റെ അടുക്കലേക്ക് യേശു വരുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറയുന്ന വാക്കാണ്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ദൈവത്തിന്റെ കുഞ്ഞാട്. ഓ, ആ പാസ്ഓവർ ഡേയിൽ, ആ പെസഹാ ദിനത്തിൽ എന്താ സംഭവിച്ചേ? എങ്ങനാ ഈ കടന്നുപോക്കുണ്ടായേ? എങ്ങനാ ഈ പാസ് ഓവർ നിന്റെ ലൈഫിൽ ഉണ്ടായേ? ഈ പാസ് ഓവർ ഉണ്ടാകാനുള്ള ഒന്നാമത്തെ കാരണം, നമുക്കൊരു കുഞ്ഞാടുണ്ട്. ഈ കുഞ്ഞാട് കാരണമാണ് നിനക്കും നിന്റെ കുടുംബത്തിനും നമ്മുടെ ജീവിതത്തിനുമെതിരെ വന്ന പല വാളുകളും, നമുക്കെതിരെ വന്ന പല അനർത്ഥങ്ങളും, നമുക്കെതിരെ വന്ന സംഹാരകൻ നിന്നെ തൊടാതെ വണ്ണം, നിന്റെ കുടുംബത്തെ തൊടാതെ വണ്ണം, നിന്റെ തലമുറയെ തൊടാതെ വണ്ണം കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകത്തക്കവണ്ണം, അഥവാ കടന്നു പോകത്തക്കവണ്ണം, വീണ്ടും പറയുന്നു ഞാൻ, പാസ് ഓവർ ഉണ്ടാകത്തക്കവണ്ണം നിന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാൻ കാരണം യേശു എന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. എന്തേ പല അനർത്ഥങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറി? എന്തേ ജീവിതത്തിനെതിരെ വന്ന പല പ്രശ്നങ്ങളും നിന്റെ ജീവിതത്തിൽ നിന്ന് മാറി? എന്തേ നിന്റെ കുടുംബത്തെ തകർക്കാൻ, നിന്റെ തലമുറയെ തകർക്കാൻ വന്ന പലതും എന്തേ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി? അതിൻ്റെ ഒന്നാമത്തെ കാരണം യേശു എന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ഇത് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ വിളിച്ചു പറയുന്നു, ആ കുഞ്ഞാട്, ആ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇന്ന് നിന്റെ കുടുംബത്തിൽ ഇറങ്ങി വരാൻ പോകുകയാണ്. ഇന്ന് നിന്റെ തലമുറയുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ പോകുകയാണ്. എത്ര തകർച്ചയിലേക്കാണ് ഇന്ന് പോകുന്നതെങ്കിലും അതിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ, അതിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ, അതിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ, ഞാൻ പറയുന്നു അതിൽ നിന്ന് നിന്നെ സൗഖ്യമാക്കാൻ, നിനക്കൊരു സമാധാനം തരാൻ, ഒരു സ്വസ്ഥത തരാൻ, ആമേൻ, ഒരു 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 നല്ല ലൈഫ് നിന്റെ ജീവിതത്തിൽ തരാൻ ദൈവത്തിൻ്റെ ഒരു കുഞ്ഞാട് നിനക്ക് വേണ്ടി ഇന്ന് പകൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ പെസഹയുടെ അഥവാ ഈ പാസ് ഓവർ ഉണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കും. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം യോഹന്നാൻ 1:29 പറയുന്ന ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ കുറിച്ച് കൊരിന്ത്യ സഭയ്ക്ക് അപ്പോസ്തലനാകുന്ന പൗലോസ് ലേഖനം എഴുതുമ്പോൾ വിളിച്ചു പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. അത് മറ്റാരുമല്ല, അത് ക്രിസ്തു തന്നെ. ആമേൻ. മനസ്സിലാക്കുക, നിന്റെ ലൈഫിൽ ഒരു പാസ് ഓവർ നടന്നത്, നിന്റെ തലമുറയുടെ ലൈഫിൽ ഒരു പാസ് ഓവർ നടന്നത്, നിന്റെ വീട്ടിന് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു പാസ് ഓവർ നടക്കാനുള്ള ഒന്നാമത്തെ കാരണം ദൈവത്തിൻ്റെ കുഞ്ഞാടാണെങ്കിൽ, രണ്ടാമത്തെ കാരണം കർത്താവിൻ്റെ തിരുവചനം പറയുന്നു, ആ കുഞ്ഞാട് നിനക്ക് വേണ്ടി അറുക്കപ്പെട്ടിരിക്കുന്നു. ആ കുഞ്ഞാടും നിനക്ക് വേണ്ടി അറുക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ഈ
ഈ അറുക്കപ്പെട്ട കുഞ്ഞാട്, ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടാൽ അവിടെ വെളിപ്പെടുന്നത് എന്താണെന്നറിയോ? അതിൻ്റെ പേരാണ് കർത്താവായ യേശുവിൻ്റെ തിരുരക്തം. അങ്ങനാണെങ്കിൽ കാൽവറിയിൽ നിനക്ക് വേണ്ടി അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന യേശുവിൻ്റെ രക്തം നിന്റെ ഭവനത്തിൻ്റെ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും രക്തമടയാളമായി ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ വചനത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുവാൻ ഇടയാകുന്നു. മിസ്രൈമിനെ ദണ്ഡിപ്പിക്കയിൽ മിസ്രൈമിലിരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞ് കടന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹയാഗമാകുന്നു ഇത് എന്നും നിങ്ങൾ പറയണം. എന്താ പെസഹയാഗം? 2024 വർഷങ്ങൾക്ക് മുൻപ് എനിക്കും നിനക്കും നിന്റെ തലമുറയ്ക്കും നിന്റെ കുടുംബത്തിനും നിന്റെ വീടിനും വേണ്ടി കാൽവറിയിൽ നടന്നൊരു യാഗം, ദൈവത്തിന്റെ കുഞ്ഞാട് അറുക്കപ്പെട്ട ആ യാഗം നടന്നപ്പോൾ നമുക്കായി ഒഴുകപ്പെട്ട ആ യേശുവിന്റെ രക്തത്തിന്റെ മറവിൽ നിന്നെ മറച്ചത് കൊണ്ടാണ് അവൻ നീ ആയിരിക്കുന്ന ദേശത്ത്, നീ ആയിരിക്കുന്ന രാജ്യത്ത്, നീ ആയിരിക്കുന്ന ഇടത്ത് അവൻ നിനക്ക് എതിരെ വന്ന, അവൻ നിന്റെ ചുറ്റുപാടും സംഭവിച്ച അനർത്ഥങ്ങൾ, പ്രതിസന്ധികൾ, അപകടങ്ങൾ, സംഹാരകൻ, എന്തിന് മരണം നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ, നിന്റെ ഭവനത്തെ തൊടാത്ത വണ്ണം കഴിഞ്ഞ നാളുകളിൽ എന്താ നിന്നെ സംരക്ഷിച്ചത്? യെസ്, ഇന്ന് ഈ പെസഹ ദിവസത്തിൽ എനിക്കും നിങ്ങളോട് പറയാനുള്ള ദൂതിതത്രേ, യേശുവിന്റെ രക്തവും അവൻ ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന യേശുവും തന്നെയാണ് നിന്നെ ഈ നാളുകളിൽ സംഹാരങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, എന്തിന് മരണത്തിൽ നിന്ന് വരെ നിന്നെ രക്ഷിപ്പാനിടയായത്, നിന്നെ സംരക്ഷിക്കാനിടയായത്. ഈ പെസഹ വ്യാഴാഴ്ച ഞാൻ ഉയർത്തുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, 2024 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും നിങ്ങൾക്കുമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ജഡാവതാരമെടുത്ത് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഈ കുഞ്ഞാട് നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി അത്രേ അവൻ വന്നത്. 2, കാൽവറിയിൽ നടന്ന യാഗത്താൽ ഒഴുകപ്പെട്ട ആ കുഞ്ഞാട്ടിൻ്റെ രക്തം, ഈ രക്തം അത്രേ കഴിഞ്ഞ നാളുകളിൽ പല അനർത്ഥങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിച്ചത്. ഈ 2025 ഈ പെസഹ വ്യാഴാഴ്ച ദിവസം ഞാൻ വിളിച്ചറിയിക്കുന്നു, യേശു എന്ന ദൈവ കുഞ്ഞാടാകുന്നവൻ്റെ നാമത്താലും നിനക്കു വേണ്ടി ഒഴുകപ്പെട്ട, നിനക്കു വേണ്ടി അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടാകുന്ന യേശുവിൻ്റെ രക്തത്താലും നിന്നെ സംരക്ഷിക്കുന്നത് കൊണ്ട്, നിന്നെ പരിപാലിക്കുന്നത് കൊണ്ട് ഈ നാളുകളിൽ സംഹാരകൻ കടന്നു പോകാൻ പോകുകയാണ്. അനർത്ഥങ്ങൾ കടന്നു പോകാൻ പോകുകയാണ്. ഒരു പ്രോഫറ്റിക് വേടായിക്കൂടെ ഞാൻ ഇന്ന് വിളിച്ചറിയിക്കട്ടെ, ചില അനർത്ഥങ്ങൾ നിന്റെ കുടുംബത്തിൽ നിന്ന് വഴിമാറാൻ പോകുന്നു. ചില മരണങ്ങൾ നിന്റെ വീട്ടിനകത്തു നിന്ന് മാറിപ്പോകാൻ പോകുന്നു. യെസ്, ഞാൻ ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു, ഞാൻ ആരോടോ പ്രവചിക്കുകയാണ്, ഞാൻ ആരോടോ സംസാരിക്കുകയാണ്. നിന്റെ വീട്ടിനകത്തു നിന്ന് മരണം മാറിപ്പോവുകയാണ്. നിന്റെ തലമുറയിൽ നിന്ന് മരണം മാറിപ്പോവുകയാണ്. ഒരു പാസ് ഓവർ ഇന്ന് നിന്റെ ലൈഫിൽ സംഭവിക്കുന്നു. 2 കാരണങ്ങൾ. 1, യേശുവിൻ്റെ നാമവും, 2, യേശുവിൻ്റെ രക്തത്താലും ഈ പാസ് ഓവർ നിൻ്റെ ലൈഫിൽ സംഭവിക്കുന്നു. ഈ തിരുവചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.